നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒല്ലൂർ മണ്ഡലം LDF വികസന സന്ദേശ ജാഥ സമാപിച്ചു. വോട്ടിനു വേണ്ടി കോൺഗ്രസ് നുണക്കൊട്ടാരമുണ്ടാക്കുന്നുവെന്ന് പന്ന്യൻ രവീന്ദ്രൻ. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് മഹോത്സവത്തെ വരവേൽക്കാൻ തട്ടകദേശങ്ങൾ അണിഞ്ഞൊരുങ്ങി. പുത്തൂർ പഞ്ചായത്തിലെ പുനർനിർമ്മാണം നടത്തിയ ചോച്ചേരിക്കുന്ന് ക്ഷേത്രം റോഡ് റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ നാടിന് സമർപ്പിച്ചു. ഫോക്ലോർ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച കളമെഴുത്ത് കലാകാരൻ KR കൊച്ചുനാരായണനെ മന്ത്രി ഡോക്ടർ R. ബിന്ദു ആദരിച്ചു. വാർത്തകൾ വിശദമായി. ഒല്ലൂർ മണ്ഡലം LDF വികസന സന്ദേശ ജാഥ സമാപിച്ചു. വോട്ടിനു വേണ്ടി കോൺഗ്രസ് നുണക്കൊട്ടാരമുണ്ടാക്കുന്നുവെന്ന് പന്ന്യൻ രവീന്ദ്രൻ. കേരളത്തിൽ നുണ പറയാനുള്ള ലൈസൻസുള്ള ഏക പാർട്ടി കോൺഗ്രസ് ആണെന്ന് CPI മുൻ സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ. വോട്ടിനു വേണ്ടി നുണകൾ കൊണ്ട് കൊട്ടാരമുണ്ടാക്കുകയാണ് കോൺഗ്രസും UDFും. റവന്യൂ മന്ത്രി K. രാജൻ നയിച്ച 4 ദിവസത്തെ LDF ഒല്ലൂർ മണ്ഡലം വികസന സന്ദേശ ജാഥയുടെ സമാപന സമ്മേളനം കട്ടിലപ്പൂവത്ത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. നുണ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞ് സത്യമാക്കാൻ പരിശ്രമിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. നുണ പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റേത് രാഷ്ട്രീയമല്ല, കാടത്തമാണ്. കേരളത്തിലെ ദേശീയപാതകളെല്ലാം കുണ്ടും കുഴിയും നിറഞ്ഞതാണെന്നാണ് ഇന്നലെ പറഞ്ഞ നുണ. ഈ നാട്ടിലെ വികസനം ഇവർ കാണുന്നില്ല. ഇടതുമുന്നണി സർക്കാർ ചെയ്യുന്ന ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ കോൺഗ്രസും BJPയും അത് അംഗീകരിക്കുന്നില്ല. അയ്യപ്പനെ കട്ടുകൊണ്ടുപോയി എന്നാണ് കോൺഗ്രസ് പറഞ്ഞ ഒരു നുണ. എന്നിട്ടവർ പാടിയത് പോറ്റിയെ കയറ്റിയത് സഖാക്കളാണെന്നാണ്. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ SIT അന്വേഷിച്ചപ്പോൾ പാട്ട് മാറ്റേണ്ടി വന്നു. പോറ്റിയെ കയറ്റിയത് UDF നേതാക്കളാണെന്ന് വ്യക്തമായി. ശബരിമലയിൽ മാത്രമല്ല, K. കരുണാകരന് പോലും കയറാൻ പറ്റാതിരുന്ന കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ വീട്ടിൽ വരെ പോറ്റിയെ അവർ കയറ്റി. ഇതിൽ BJPക്ക് ഒരു ആക്ഷേപവും പറയാനില്ല. കോൺഗ്രസിനും BJPയോടൊരു ശത്രുതയില്ലെന്നും പന്ന്യൻ പറഞ്ഞു. മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഇന്ദിര രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര സ്വാഗതം പറഞ്ഞു. LDF നേതാക്കളായ MM അവറാച്ചൻ, PD റജി, വർഗീസ് കണ്ടകുളത്തി, പ്രസാദ് പാറേരി, KR രവി, മാത്യു നൈനാൻ, CV ജോസൂട്ടി, ഷാജൻ ജോസ്, നിഷാദ് അമ്പലത്ത്, അർജുൻ മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജാഥ ക്യാപ്റ്റനായ മന്ത്രി K. രാജൻ, മാനേജർ MS പ്രദീപ് കുമാർ എന്നിവർ സ്വീകരണത്തിന് നന്ദി അറിയിച്ചു സംസാരിച്ചു. ജനങ്ങളോട് വിശദീകരിക്കുന്നതിന്, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ആരായുന്നതിന് കേരളത്തിന്റെ ആരാധനായ റവന്യൂ വകുപ്പ് മന്ത്രി വണ്ടൂരിന്റെ പ്രിയപ്പെട്ട MLA സഖാവ് K. രോഗത്തിന്റെ കാലത്ത് ആർത്തവയെടുത്ത് വീശിയ ഓക്സിജന്റെ കാലത്ത് കേരളത്തെ കടമുടക്കിയെറിഞ്ഞ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ രണ്ട് പ്രളയകാലത്ത് ലോകത്തെ ആകമാനം പുരുഷവത്പരമാക്കി മാറ്റിയ നായുടെ കാലത്ത് ുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇന്ത്യക്ക് മാതൃകയായി ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ആരായുന്നതിന് കേരളത്തിന്റെ സഖാവ് K. രാജൻ നയിക്കുന്ന വികസന സന്ദേശജാഥ ഇതുവഴി കടന്നു വരികയായി. വികസന സന്ദേശ ജാഥയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്.
കഴിഞ്ഞിട്ട് വേണം ഇന്നത്തെ ജാഥ സമാപന സമ്മേളനത്തിൽ എത്തിച്ചേരാൻ. പള്ളിയിലാണെങ്കിൽ പ്രസംഗം ആരംഭിച്ചിട്ടുമുണ്ട്. കഴിയുന്നതിനിടയിൽ ഞങ്ങൾക്ക് എത്തിച്ചേരണം എന്നാണ് ആഗ്രഹം. ഈ ജാഥ ഇന്നും കൃത്യം 2:30 മണിക്ക് തന്നെ വാണിയമ്പാറയിൽ നിന്ന് ആരംഭിച്ചതാണ്. നേരത്തെ ദീപു ഇവിടെ പറഞ്ഞതുപോലെ 10 വർഷക്കാലം നമ്മുടെ നിയോജക മണ്ഡലത്തിൽ കേരളത്തിലാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ പൊതുകാറ്റേറ്റുവാങ്ങിയ വലിയ ഒരു വിഭാഗം മനുഷ്യരാണ്. നിങ്ങൾ തന്നെ വേണം, നിങ്ങൾ തന്നെ നയിക്കണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ജാഥ എത്തിച്ചേരുന്ന എല്ലാ കേന്ദ്രങ്ങളിലും ഒരു അലമുറ പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുന്നത്. അത് വ്യക്തിപരമായി ഞങ്ങളോട് ആരോടുമുള്ള സ്നേഹം ഉണ്ടാകില്ല. കഴിഞ്ഞ 10 വർഷക്കാലമായി അവരൊരു കേരളത്തെ കാണുകയാണ്. 2011-നും 2016-നും ഇടയിൽ അവർക്ക് കൈമോശം വന്ന ഒരു കേരളത്തെ 2016 മുതൽ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊടിതട്ടി ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ അവതരിപ്പിച്ച ഒരു കേരളത്തെ ഇനി ഈ മണ്ണിൽ തുടരാനാകണം എന്നതാണ് അവരുടെ പ്രശ്നം. 2016-ൽ പെൻഷൻ ഇല്ലേ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. എത്ര പേർക്കുണ്ടായിരുന്നു? 34 ലക്ഷം പേർക്ക്. 60 മാസം ഭരിച്ച UDF-ന്റെ ഗവൺമെന്റ് എത്ര മാസം കൊടുത്തു? 42. ബാക്കി 18 കുടിശ്ശിക. അത് കൊടുത്തത് 2016-ലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഞാൻ തർക്കത്തിലല്ല. 118 മാസം ഈ ഫെബ്രുവരി ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം പൂർത്തിയാകുമ്പോ അഭിമാനത്തോടെ 64 ലക്ഷം വരുന്ന 60 വയസ്സുകാരോട് ഞങ്ങൾ പറയും, ഒരു മാസക്കാലത്തെ പോലും കുടിശ്ശിക ബാക്കിയില്ലാതെ ഞങ്ങൾ 10ാമത്തെ വർഷവും ഈ കേരളത്തിൽ പൂർത്തീകരിക്കുന്നു. അതൊരു ചെറിയ കാര്യമല്ല. 60 വയസ്സു കഴിഞ്ഞവർക്ക് മാത്രമല്ല, 35-നും 60-നും ഇടയിൽ പ്രായമായ സ്ത്രീകൾക്ക് ചെറുപ്പത്തിലെ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടും പണിക്ക് പോകാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, കെട്ടിച്ചു വിട്ട വീട്ടിൽ അമ്മായച്ചനും അമ്മയെയും അച്ഛനെയും അമ്മയെയും പോലെ സംരക്ഷിക്കാൻ, ഭർത്താവിനെ കാത്തിരിപ്പോടെ നോക്കിക്കാണാൻ, പറക്കുമുറ്റാത്ത 2 കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും വീടിൽ ഒരു നാഥ ഉണ്ടാകാൻ, നിലവിളക്കെന്ന് നാം എല്ലാം പേരിട്ട് വിളിക്കുന്ന ആ സ്ത്രീ നമ്മുടെ അമ്മ, നമ്മുടെ സഹോദരി, നമ്മുടെ ഭാര്യ, വീട്ടിലെ കെടാവിളക്കായ ആ സ്ത്രീ കരിന്തിരി കത്തും പോലെ അടുക്കളയുടെ ചൂടിലും പുകയിലും എരിയുന്നത് കാണാൻ മാറി മാറി വന്ന ഗവൺമെന്റുകൾ ഉണ്ടായില്ലെങ്കിൽ 35-നും 60-നും ഇടയിൽ പ്രായമായ സ്ത്രീയുടെ കൈക്കുമ്പിളിൽ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാചാടോപത്തോടെ പ്രസംഗിക്കാനല്ല, അവരുടെ കയ്യിൽ ഒന്നിനും തികയില്ലെങ്കിലും നിന്റെ അധ്വാനത്തെ, നിന്റെ ജീവിതത്തെ, നിന്റെ പ്രവർത്തനത്തെ വിലമതിക്കാനാകാത്ത വിധത്തിൽ കാണാൻ ഒരു ഗവൺമെന്റ് ഉണ്ട്, ഒരു ഭരണാധികാരി ഉണ്ട് എന്ന് നാം പ്രഖ്യാപിച്ചില്ലേ? 1000 രൂപ അക്കൗണ്ടിലേക്ക് വരികയാണ്. അത് 1000 രൂപയുടെ പ്രശ്നമല്ല, അതൊരു നിലപാടാണ്. നഗരച്ചൊവ്വയ്ക്ക് മക്കളെ കൊണ്ടുപോകുമ്പോ വേറെ കുട്ടികൾ അമ്മയുടെ കൂട്ടത്തിലില്ല, അച്ചാച്ചന്റെ കൂട്ടത്തിലും അമ്മാമ്മയുടെ കൂട്ടത്തിലും. കുക്കി സ്റ്റൈലിൽ കൂളിംഗ് ഗ്ലാസ് മേടിക്കണമെങ്കിൽ അമ്മായച്ചൻ അല്ല അപ്പൂപ്പൻ കാശ് കൊടുക്കണം, അമ്മൂമ്മ കാശ് കൊടുക്കണം. ഈ ചോദ്യചിഹ്നം പോലെ നടക്കുന്ന പാവപ്പെട്ട അമ്മയുടെ കയ്യിൽ ഒരു പൈസയും ഇല്ല. അത് കുഞ്ഞിനും അറിയാം. പക്ഷേ കുഞ്ഞെ നീ കരുതിക്കോ, ആ അമ്മയെ കുറിച്ച് ഓർക്കാൻ ലോകമലയാളത്തിന്റെ ചരിത്രത്തിൽ പിണറായി വിജയൻ എന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു ഗവൺമെന്റും ഈ കേരളത്തിലുണ്ടായി. ചെറിയ കാര്യമല്ല. വികസനത്തിന്റെ നാൾ വഴി എത്ര പറഞ്ഞാലാണ് തീരണമെന്റെ ബാബു? പണ്ട് ഞാനൊരു 91 മുതൽ പ്രസംഗിച്ചു തുടങ്ങിയ സ്ഥലമാണിത്. വികസനം കാണിക്കാൻ ഇടത്തോട്ട് നോക്കൂ, വലത്തോട്ട് നോക്കൂ, പടിഞ്ഞാട്ട് നോക്കൂ, തെക്കോട്ട് നോക്കൂ, എന്തെല്ലാം വാചാടോപങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്, കാണിച്ചു കൊടുത്തിട്ടുമുണ്ട്. കാതങ്ങൾക്കപ്പുറത്ത് വികസനം. എന്നാൽ മാടക്കത്തറയിൽ, ഒല്ലൂർ മണ്ഡലത്തിൽ, കേരളത്തിൽ ഇപ്പോൾ വികസനത്തെ കുറിച്ച് പ്രസംഗിക്കാൻ, ചൂണ്ടിക്കാണിക്കാൻ വിരല് വേണ്ട. എവിടെയാണോ നിൽക്കുന്നത് അവിടത്തെ കാലിന്റെ താഴെ ചൂണ്ടിക്കാണിച്ചാൽ വികസനത്തിന്റെ കയ്യൊപ്പ് കാണാം ഈ ഗവൺമെന്റിന്റെ. KNR റോഡ്, ആദ്യത്തെ BMBC റോഡ് ഇതാ ഇതിന്റെ മുമ്പിലൂടെ വിശാലമായി. മുഖ്യമന്ത്രി ഇങ്ങോട്ട് വിളിച്ചു. രാത്രി 11:40 അതിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പന്നിയ വിഷമിക്കേണ്ട, അവരോട് പറയും ഇന്ന് രാത്രി ഒന്ന് ക്ഷമിച്ചിരിക്കാൻ പറ, നാളെ ഉച്ചക്കുമ്പായിട്ട് അവർ രക്ഷപ്പെടുത്തും. എന്ന് വെച്ചാൽ ആരാ രക്ഷപ്പെടുത്തുക? നേവിക്കാർ വന്ന് രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല, മുങ്ങൽ വിദഗ്ധന്മാരുണ്ട്, ആരും അതിന് രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല. പിന്നെ എങ്ങനെ രക്ഷപ്പെടുത്തുക? തൊട്ടപ്പുറത്ത് കിടന്നാൽ
അതിർത്തി പങ്കിടുന്നതാണെങ്കിലും കച്ചിത്തോട് ഡാമിന്റെ മനോഹാരിത കണ്ടുപോകുന്നവർക്ക് ചാത്തംകുളം എന്ന പേരിൽ ക്രിക്കറ്റ് കളിക്കാൻ കുട്ടികൾ ഉപയോഗിച്ചിരുന്ന ചണ്ടി നിറഞ്ഞ ഒരു കുളം മനോഹരമായി സായാഹ്നങ്ങളിൽ ആയിരക്കണക്കിന് പേർ വന്നിരിക്കാവുന്ന വിധത്തിൽ അതിമനോഹരമായ ചാത്തംകുളം ഗംഭീരമാകുമ്പോൾ ഇന്ദിര ചേച്ചിക്കും സണ്ണി ചെന്നിക്കരയ്ക്കും ഒക്കെ പുല്ലുകുളത്തെ കുറിച്ചുള്ള പേടിയായിരുന്നു. പുല്ലുകുളം എപ്പോൾ റെഡിയാകും? 3 കോടി രൂപ കൊടുക്കാം എന്നാണ് ബഡ്ജറ്റിലൂടെ ഞാൻ ഇവർക്ക് വാഗ്ദാനം ചെയ്തത്. 3 കോടി രൂപ കൊടുക്കാം എന്നാണ് ബഡ്ജറ്റിലൂടെ ഇവർക്ക് വാഗ്ദാനം ചെയ്തതെങ്കിൽ 3 കോടി രൂപ കൊടുക്കാം എന്നാണ് ബഡ്ജറ്റിലൂടെ ഇവർക്ക് വാഗ്ദാനം ചെയ്തതെങ്കിൽ മിനിഞ്ഞാന്നിറങ്ങിയ ഓർഡറിലൂടെ ഇത് പൂർണ്ണമായി പരിശോധിച്ച് ബോട്ടിംഗ് അടക്കം പുല്ലുകുളത്തിന് 3,63,38,000 രൂപയുടെ ഭരണാനുമതി ഇന്നിപ്പോ ഈ വേദിയിൽ വെച്ച് ഞാൻ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറും. അവിടെ പ്രൈസ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കിയ DPR മുഖാന്തരം എർത്തിനെ പണിയേൽപ്പിച്ചു. ഇനി ആ പണിയിലേക്ക് ഈ വെക്കേഷൻ കാലത്ത് നിങ്ങളൊന്ന് കടന്നാൽ ചാത്തംകുളത്തെ വെല്ലുവിളിക്കുന്ന പുല്ലുകുളം അതിമനോഹരമായ ടൂറിസ്റ്റ് സാധ്യതയോടെ ആ നഗരിലങ്ങ് വരാൻ വേണ്ടി പോവുകയാണ്. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് മഹോത്സവത്തെ വരവേൽക്കാൻ തട്ടകദേശങ്ങൾ അണിഞ്ഞൊരുങ്ങി. പൈതൃകത്തിന്റെ പ്രഭാജ്വാല പകരുന്ന ഉത്രാളിക്കാവ് പൂരം 24-ന് ആഘോഷിക്കുന്നു. പൂരത്തിന് ചുക്കാൻ പിടിക്കുന്ന എങ്കക്കാട്, കുമരനെല്ലൂർ, വടക്കാഞ്ചേരി ദേശങ്ങളിൽ നിന്ന് ബന്ധുമിത്രാദികൾ ഒഴുകിയെത്തി തുടങ്ങി. 3 ദേശങ്ങളും കൂടി തലയെടുപ്പുള്ള 33 ഗജവീരന്മാരെയാണ് ഉത്രാളിക്കാവ് പാടത്ത് അണിനിരത്തുന്നത്. വിനോദസഞ്ചാരികളുടെ മനം കുളിർപ്പിക്കുന്നതിനും ടൂറിസം മാപ്പിൽ ഇടം നേടിയ ഉത്രാളിക്കാവ് മഹോത്സവം ദർശിക്കാൻ വിദേശികൾ ഉൾപ്പെടെയുള്ളവർ ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവാഹമാകും. ഒട്ടേറെ സാംസ്കാരിക പരിപാടികളാണ് ദേശങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. കുമരനെല്ലൂർ ദേശത്തിന്റെ പൂരനിലാവ് അരങ്ങ് തകർക്കുന്നു. 22-ന് വൈകിട്ട് ഉത്സവപ്രേമികളുടെ മനം ത്രസിപ്പിക്കുന്ന ആൽത്തറ മേളം, തുടർന്ന് സാമ്പിൾ വെടിക്കെട്ട്. പൂരം ദിവസമായ 24-ന് രാവിലെ എങ്കക്കാട് ദേശത്തിന്റെ 11:30 മുതൽ 1:45 വരെ കുനിശ്ശേരി അനിയന്മാരാരുടെ നേതൃത്വത്തിൽ നടപ്പുര പഞ്ചവാദ്യത്തോടുകൂടി എഴുന്നള്ളിപ്പ്. ഉച്ചയ്ക്ക് 12-ന് വടക്കാഞ്ചേരി ദേശം ശിവവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ വിശ്വവിഖ്യാതമായ നടപ്പുര പഞ്ചവാദ്യം. തുടർന്ന് സായുധ പോലീസ് അകമ്പടിയോടെ രാജകീയ പ്രൗഢിയിൽ ഉത്രാളിക്കാവിലേക്ക് ഗജഘോഷയാത്ര. കുമരനെല്ലൂർ ദേശം ഉച്ചയ്ക്ക് 2 മുതൽ ചോറ്റാനിക്കര നന്ദപ്പന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം. തുടർന്ന് ഭഗവതി പൂരം എഴുന്നള്ളിപ്പ്. വിവിധ വർണ്ണങ്ങൾ മിന്നിമുറയുന്ന കുടമാറ്റം. ദേശങ്ങളുടെ കൂട്ടിയെഴുന്നള്ളിപ്പ്. 25-ന് പുലർച്ചെ പഞ്ചവാദ്യം, വെടിക്കെട്ട്, ഭഗവതി പൂരം, കൂട്ടിയെഴുന്നള്ളിപ്പ്, പൂരച്ചടങ്ങുകളുടെ സമാപനം. പുത്തൂർ പഞ്ചായത്തിലെ പുനർനിർമ്മാണം നടത്തിയ ചോച്ചേരിക്കുന്ന് ക്ഷേത്രം റോഡ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നാടിന് സമർപ്പിച്ചു. പുത്തൂർ പഞ്ചായത്തിലെ 12-ാം വാർഡിൽ ഉൾപ്പെട്ട ചോച്ചേരിക്കുന്ന് ക്ഷേത്രം റോഡ് 45 ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് പുനർനിർമ്മാണം നടത്തിയത്. ചോച്ചേരിക്കുന്ന് ക്ഷേത്രം ഹാളിൽ നടത്തിയ പരിപാടിയിൽ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ KV സജു, VR രമേശ്, ധന്യ കിഷോർ, ബബിത ജയൻ, റജി പൂറ്റാനിയിൽ, അനഘ രതീഷ്, ക്ഷേത്രം പ്രസിഡന്റ് രാജൻ മുളങ്ങാട്ടുകര, സെക്രട്ടറി ഷാജി മുരിയാടൻ, മുൻ മെമ്പർ ധന്യ വിജു തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്രത്തിലെ പൂര മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ബുക്ക്ലെറ്റിന്റെ പ്രകാശനവും ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു. മഹോത്സവമാകുന്നതിന് മുമ്പ് തന്നെ റോഡ് പണി തീർക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട മുൻ വാർഡ് മെമ്പർ ധന്യ ബിജു ഇവിടെയുണ്ട്. സ്വാഭാവികമായിട്ടും നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒരു സഹോദര തുല്യമായിട്ടുള്ള സ്നേഹത്തോടെ ധന്യ ഒരുപാട് വാശി പിടിച്ചതാണ് ഇവിടെ ഒരു റോഡ് കിട്ടേണ്ട കാര്യത്തിൽ. അപ്പോൾ MLA ഫണ്ടിൽ നിന്ന് റോഡ് വെക്കണം എന്ന് വാശി പിടിച്ച് രാജേട്ട എന്ന് പറഞ്ഞ് വന്ന കാലം മുതൽ ധന്യയുടെ യുദ്ധം ഉണ്ടായിരുന്നു. സ്നേഹം കൊണ്ട്, അല്ലാതെ വേറെ ശത്രു കൊണ്ടല്ല, ചേട്ടനും അനിയത്തിയൊക്കെ തമ്മിലുള്ള സൗഹൃദമുണ്ട്. പക്ഷെ ഒരു നല്ല അവസരം കിട്ടിയിരുന്നില്ല. MLA ഫണ്ട് മാത്രമായിട്ട് ഒരു 50 ലക്ഷം രൂപ ചിലവാക്കിയാൽ ഒരു വർഷം ഒരു പഞ്ചായത്തിലേക്ക് 1 കോടി രൂപയായിരിക്കും ആകെ കൊടുക്കുന്നത്. അതിൻ്റെ പകുതി ഇങ്ങോട്ട് പോകേണ്ടി വരുമല്ലോ എന്നുള്ള പ്രയാസം പറഞ്ഞിരുന്നതാണ്. CMLRPയിൽ മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഒരു അവസരം കിട്ടിയപ്പോൾ കൃത്യമായി നേരത്തെ നൽകിയിട്ടുള്ള എസ്റ്റിമേറ്റ് പ്രകാരം തന്നെ ആ തുക മാറ്റിവെച്ചു, ആ തുക അനുവദിച്ചു. കുറച്ചുകൂടി നേരത്തെ കഴിയേണ്ടതായിരുന്നു. എന്നാൽ പിന്നെ ബ്ലോക്കിലെ IXC അതിൻ്റെ ഇത് എന്താ പറയുക എസ്റ്റിമേറ്റൊക്കെ എടുത്ത് കൊടുക്കുന്നതിൽ ഇത്തിരി കാലതാമസമൊക്കെ വന്നതിനെ തുടർന്ന് ഇത്തിരി സമയം വൈകി എന്നുള്ളത് ശരിയാണെങ്കിലും പൂയ മഹോത്സവത്തിന് മുമ്പ് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ സന്തോഷം. ചോച്ചേരിക്കുന്ന് അമ്പലം ഇനി നമ്മുടെ നാട്ടിലെ തന്നെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള പ്രശസ്തമായിട്ടുള്ളൊരു കേന്ദ്രമായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ്. ഫെബ്രുവരി മാസം അവസാനത്തോടെ പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക് ഔപചാരികമായി നാടിന് മുമ്പിൽ തുറക്കാൻ കാത്തു നിൽക്കുകയാണ് നമ്മൾ.
ഫോക്ലോർ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച കളമെഴുത്ത് കലാകാരൻ KR കൊച്ചുനാരായണനെ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ആദരിച്ചു. കേരള ഫോക്ലോർ അക്കാദമിയുടെ ഫെലോഷിപ്പ് ലഭിച്ച കളമെഴുത്തുകാരൻ KR കൊച്ചുനാരായണനെ പുരോഗമന കലാ സാഹിത്യ സംഘം ഇരിങ്ങാലക്കുട മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉപഹാരം നൽകി ആദരിച്ചു. കഴിഞ്ഞ 30-ൽ പരം വർഷങ്ങളായി കളമെഴുത്ത് കലയിലും കളമെഴുത്ത് പാട്ടിലും നിലയുറപ്പിച്ചിട്ടുള്ള കൊച്ചുനാരായണൻ കേരളത്തിനകത്തും പുറത്തുമായി 100 കണക്കിന് ക്ഷേത്രാങ്കണങ്ങളിൽ തന്റെ കലാമികവ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ അനുഷ്ഠാന കല അന്യം നിന്നു പോകാതിരിക്കാൻ പുതുതലമുറയെ അഭ്യസിപ്പിക്കുന്നതിൽ ബദ്ധശ്രദ്ധനാണ് കൊച്ചുനാരായണൻ. നിലവിൽ 30ഓളം ശിഷ്യന്മാർ കൊച്ചുനാരായണനിൽ നിന്നും കളമെഴുത്ത് കല പരിശീലിക്കുന്നുണ്ട്. ചടങ്ങിൽ ഖാദർ പട്ടേപ്പാടം അധ്യക്ഷത വഹിച്ചു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വത്സല ബാബു, വേളൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗ്രീഷ്മ സലീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം പ്രേമ നൈഷാദ്, ഡോക്ടർ K രാജേന്ദ്രൻ, ഉഭിമാനം അയ്യപ്പക്കുട്ടി, PN ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു. വളരെ അഭിമാനപൂരിതമായ മനസ്സോടുകൂടിയാണ് നമ്മളെല്ലാം ഇവിടെ. കേരളം കണ്ട ഏറ്റവും നല്ല ഒരു പാരമ്പര്യ കലാകാരനെയാണ് നമ്മളിന്ന് ആദരിക്കുന്നത്. കളമെഴുത്ത് രംഗത്ത് തന്റെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള കൊച്ചുനാരായണ ചേട്ടന് ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ് ലഭിച്ച ഈ അവസരത്തിൽ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതിനും നമ്മുടെ നാടിൻ്റെ ആദരവ് അദ്ദേഹത്തിനെ അറിയിക്കുന്നതിനും പുരോഗമന കലാസാഹിത്യ സംഘം എടുത്ത ഈ നല്ല നടപടിയിൽ അങ്ങേയറ്റം സന്തോഷവും അഭിമാനവും ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഈ കളമെഴുത്ത് പാട്ടും ചിത്രകലയും ഒരുപോലെ സമ്മേളിക്കുന്ന നമ്മുടെ ഒരു പാരമ്പര്യ കലയാണ്. ജീവൻ തുടിക്കുന്ന ഭഗവതിയുടെയും ഒക്കെ ചിത്രങ്ങളാണ് പല വർണ്ണപ്പൊടികൾ കൊണ്ട് ഈ കളമെഴുത്തിൽ വരയ്ക്കുന്നത്. അതോടൊപ്പം അതിമനോഹരമായ ഗാനാലാപനവും അതിൻ്റെ അകമ്പടിയായിട്ടുണ്ട്. ഭക്തി ഗാനങ്ങളുടെ ആലാപനം ഭാഗമായി കൊണ്ട് തന്നെ ഞാനും ഈ കലയെ അത്യധികം സ്നേഹിക്കുകയും അതുപോലെ തന്നെ ഇതിലെ ചില കണ്ടെത്തലുകൾ ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് രാജേട്ടൻ, അതുപോലെ തന്നെ സജു, അങ്ങനെയുള്ള കുറേ ആൾക്കാരുകളൊക്കെ ആയിട്ട് സമ്പാദിക്കും. കൃത്യമായിട്ട് ഇതിനെ നമ്മൾ മനസ്സിലാക്കണം ഒരു ആവശ്യകത എനിക്ക് തോന്നി. അതിന്റെ ഭാഗമായി ഞാൻ ഒരു 25,000 രൂപയോളം. വടക്കാഞ്ചേരി മച്ചാട് മാമാങ്ക ഐതിഹ്യങ്ങൾ ചിത്രരചനയിലൂടെ രചിച്ച അജിതൻ പുതുമന വിസ്മയമാകുന്നു. പ്രകൃതി സൗകുമാര്യം കനിഞ്ഞനുഗ്രഹിച്ച പച്ചപ്പട്ടണിഞ്ഞ മാമലകളും പൊയ്ക്കുതിരകളും മാമാങ്ക സവിശേഷതകളായ കുംഭക്കുടം, ആചാരാനുഷ്ഠാനങ്ങളിൽ ഏറെ വൈവിധ്യം പുലർത്തുന്ന പറയെടുപ്പ് തുടങ്ങി ആണ്ടി, തിറ, പൂതൻ തുടങ്ങിയ കലാരൂപങ്ങളും ക്യാൻവാസിൽ വരച്ച ചുമർ ചിത്രങ്ങൾ ഉത്സവ പ്രതീതിയാകുന്ന നാടിന്റെ സ്പന്ദനം ചിത്രകലാരചനയിലൂടെ ജയരാജ് ഇളയതിന്റെ വസതിയിലെ ചുമരിൽ പ്രതിഫലിപ്പിക്കുമ്പോഴുള്ള ചാരിതാർത്ഥ്യം കണ്ടാസ്വദിക്കുകയാണ് നാടും നാട്ടുകാരും. ആചാര്യനായ മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായരുടെ ശിഷ്യനാണ് അജിതൻ പുതുമന. ഗുരുവായൂർ ചുമർചിത്ര പഠന കേന്ദ്രത്തിൽ ആദ്യത്തെ ബാച്ചിൽ 5 വർഷത്തെ നാഷണൽ ഡിപ്ലോമ കോഴ്സ് പാസ്സായ ഒല്ലൂർ സ്വദേശി അജിതൻ പുതുമന കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളായ ഗുരുവായൂർ ക്ഷേത്ര ചുറ്റുമതിൽ, തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം, ശ്രീചിത്ര മ്യൂസിയം, കരിപ്പൂർ വിമാനത്താവളം തുടങ്ങി കരിപ്പൂർ വിമാനത്താവളം എന്നിവിടങ്ങളിലും കൂടാതെ അന്യസംസ്ഥാനങ്ങളിലും അജിതൻ പുതുമനയുടെ ചിത്രരചന പ്രാവീണ്യം ആലേഖനം ചെയ്തിട്ടുണ്ട്. ഓരോ ക്ഷേത്രാചാരങ്ങളും അവിടെ ചെന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ഉത്സവങ്ങളിലെ ചരിത്ര പ്രാധാന്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് സ്വായത്തമാക്കാൻ 2 മാസത്തോളം അതാത് മേഖലയിൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടാണ് ഒട്ടും തനിമ ചോരാതെ ക്യാൻവാസിലേക്ക് പുതുജന്മം നൽകുന്ന പോലെ രചിക്കുന്നത്. കലാകാരന്റെ അർപ്പണ മനോഭാവത്തോടെയാണ് ഓരോ ചിത്രരചനയും അജിതൻ പുതുമന പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹത്താൽ പൂർത്തീകരിക്കുന്നത്. മാമാങ്കവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം, അത് നമ്മുടെ പ്രകൃതിയാ രീതിയിലുള്ള ചിത്രം ചെയ്യണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ്. നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ പലതരത്തിലുള്ള ചിത്രങ്ങളും കാണുന്നുണ്ട്. പ്രത്യേകിച്ചും കേരള മ്യൂറൽ രീതിയിലുള്ള ചിത്രങ്ങൾ ഒരുപാട് ക്ഷേത്രങ്ങൾ ഉണ്ട്. മാമാങ്കം എന്ന് പറഞ്ഞാൽ ഒരു നാടിൻ്റെ ഉത്സവം മാത്രമല്ല, അത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാർഷിക ഉത്സവം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതൊരു പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന രീതിയിൽ തന്നെ ചെയ്യണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു.
അത് ഒരുപാട് കാലത്തെ ആഗ്രഹത്തിൻ്റെ ഒരു സഫലീകരണമാണ് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ 2 മാസമായിട്ട് എൻ്റെ സഹോദരി ഭർത്താവും കൂടിയായിട്ടുള്ള പ്രശസ്ത ചിത്രകാരൻ അജിതൻ പുതുമനിയാണ് ഈ ചിത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇതിൽ വർക്ക് പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. ഇനിയും കുറച്ച് നാളുകൾ കൂടി വർക്ക് ചെയ്യേണ്ടി വരും. മാമാങ്കത്തുമായി ബന്ധപ്പെട്ട് മാമാങ്കത്തിൻ്റെ നടക്കുന്ന തിരുവാണിക്കാവ് ക്ഷേത്രം, അതുപോലെ പറ പുറപ്പെട്ട് ഭഗവതിയുടെ ആലിനോടുള്ള പ്രദക്ഷിണം, ക്ഷേത്ര പ്രദക്ഷിണം, പറയെടുപ്പ്, അതുപോലെ തന്നെ കുതിരവരവ്, ഹരിജൻ പൂരം, കുംഭക്കുടം തുടങ്ങി മാമാങ്കത്തിൻ്റെ എല്ലാ മേഖലകളും സ്പർശിച്ചുകൊണ്ടുള്ള വളരെ ബൃഹത്തായ ഒരു ചുമർ ചിത്രമാണ് ഇത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് മാമാങ്കം ചുമർ ചിത്ര രീതിയിൽ രചിക്കപ്പെട്ട ആദ്യത്തെ ചിത്രമായിരിക്കാം ഇത് എന്ന് തോന്നുന്നു. അത് ഞങ്ങളുടെ മാമാങ്കവുമായി ബന്ധപ്പെട്ട അരീക്കരയില്ലത്ത് വരണം എന്നുള്ളത് തന്നെ ഞങ്ങളുടെ വളരെ കാലത്തെ ആഗ്രഹമാണ് അജിതൻ പുതുമന ഈ വഴിയിലൂടെ നിർവഹിച്ചത്. ഇതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ചിത്രം വരയ്ക്കാനായിട്ട് ജയൻ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ കുറേ ഐഡിയകൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ഞാൻ സ്ഥിരം ഒരു സന്ദർശകനായിരുന്നു ഈ മച്ചാട് മാമാങ്കത്തിന്. അപ്പോൾ അത് ഭയങ്കര കളർഫുള്ളായിരിക്കും എന്ന് എനിക്ക് മനസ്സിൽ തോന്നിയത്. അങ്ങനെ ഒരു നല്ലൊരു ആശയമാണെന്ന് എനിക്ക് മനസ്സിൽ തോന്നിയായിരുന്നു. അത് ചിത്രത്തിലാക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് മനസ്സിലൊരു ആഹ്ലാദവും അതുപോലെ അത് എങ്ങനെ ഉൾക്കൊള്ളിക്കുക എന്നുള്ളൊരു ചലഞ്ചിങ് ഒരു സംഭവമായിരുന്നു. കാരണം ഒരു ചെറിയ ക്യാൻവാസിൽ ഇത്രയധികം ഫിഗേഴ്സിനെ നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ അത് എങ്ങനെ വരും എന്നുള്ളത് ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിരുന്നു. കാരണം കുറേ സ്കെച്ചുകൾ ഇട്ടു, അതിന് വേണ്ടുന്ന കുറേ റെഫറൻസ് ഇതിനു വേണ്ടി കുറേ നാൾ അതിൻ്റെ പിന്നാലെ നടന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ ചിത്രത്തിൽ ഈ പെയിൻറ്റിങ്സിലേക്ക് വന്നത്. കാരണം ഇതിനു വേണ്ടി കുറേ ഡ്രോയിങ്ങുകൾ ഞാൻ ചെയ്തു. പിന്നെ ഒരു 8x4 സൈസാണ് ഈ ക്യാൻവാസ് വരുന്നത്. അപ്പോൾ ഇത്രയും ഫിഗറുകൾ ഇത്രയും ചെറിയ ക്യാൻവാസിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണത്. കാരണം ശരിക്കൊരു ചിത്രം നമ്മൾ ആസ്വദിക്കുമ്പോൾ അതിൻ്റെ ഐക്കണോഗ്രാഫി, അതിൻ്റെ ഡ്രോയിങ്, അതിൻ്റെ നമ്മുടെ അതിൻ്റെ രൂപീകരണം, ഏകീകരണമൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കളർ എന്ന് പറയുന്നത് സെക്കൻഡറി വരുന്നത്, സ്കെച്ചാണ് അതിന് മെയിൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ കമ്പോസിങ് ഭയങ്കര റിസ്ക് ആയിരുന്നു. ശരിക്കും ടൈം എടുത്തത് അതിന് വേണ്ടിയിട്ടാണ്. കമ്പോസിങ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കളറിലേക്ക് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ കളറിങ് എല്ലാം കൂടി വന്നപ്പോൾ ഭയങ്കരമായിട്ട് നല്ലൊരു ഇതിലേക്ക് വന്നു. എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ചേക്കാൻ നല്ലൊരു റിസൾട്ട് ഈ പെയിൻറ്റിങ്ങിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ പറ്റി. ശരിക്കും നമ്മുടെ വള്ളുവനാടൻ്റെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു കൂടിച്ചേരലാണല്ലോ മച്ചാട് മാമാങ്കം പറയുന്നത്. മതമൈത്രിയാണ് ശരിക്കും. അത് എല്ലാ മതങ്ങളും കൂടിച്ചേർന്ന് ഭയങ്കര ഒരു ദേശത്തിൻ്റെ ഒരു ഉത്സവമായിട്ട് വരുന്നൊരു സംഭവമല്ലേ. അപ്പോൾ ആ രീതിയിൽ ഒരു ഉത്സവം എന്നുള്ളൊരു മനസ്സിനെ ആഹ്ലാദപ്പെടുത്തുന്ന ഒരു സംഭവമായിട്ട് ഞാൻ പെയിൻറ്റിങ്ങിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. തെയ്യം തിറ, അതുപോലെ ഈ എന്താ പറയുക കുംഭക്കുടത്തിൻ്റെത്, അതുപോലെ ഈ മറ്റേ കുട, അങ്ങനെയുള്ള കുതിരകളും, പിന്നെ മലയുടെ പശ്ചാത്തലം വരുന്നുണ്ട്. വടക്കഞ്ചേരി പ്രദേശത്തിൻ്റെ മല, തെങ്ങുകൾ, പ്രകൃതിയെ ശരിക്കും ഞാൻ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടിയിട്ടുള്ളൊരു സംയോജനമായിട്ടാണ് ഈ മച്ചാട് മാമാങ്കത്തിനെ ഒരു പെയിൻറ്റിങ് രൂപത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്
ISO certified laboratory, hematology, biochemistry, electrolytes, hormones, serology, clinical pathology, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്, വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകളിലേക്ക്. ചിറക്കേക്കോട് ദി ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് തൃശൂരിന്റെ 7ാം വാർഷികാഘോഷം അയ്യന്തോളിലെ വെഡ്ഡിംഗ് വില്ലേജിൽ വർണ്ണാഭമായ പരിപാടികളോടെ നടന്നു. സ്വപ്നം കാണുക, മുന്നോട്ട് നയിക്കുക, പ്രചോദനം പകരുക, ഉള്ളിലെ നായകനെ ഉണർത്തുക, ഉയരങ്ങളിൽ പറക്കുക എന്ന സന്ദേശം മുഴുവൻ പരിപാടിയിലും നിറഞ്ഞു നിന്നിരുന്നു. സ്കൂളിന്റെ ചാരിറ്റി ക്ലബ്ബ് മാനവ്സ് അമിഗോസിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, അനധ്യാപകർ, സ്കൂൾ മാനേജ്മെന്റ് എന്നിവർ ചേർന്ന് സമാഹരിച്ച തുകയുടെ ചെക്ക് വിദ്യാഭ്യാസ സഹായമായി കൈമാറി. വൈകിട്ട് 4-ന് ആരംഭിച്ച പരിപാടിയിൽ മുഖ്യാതിഥിയായി ചലച്ചിത്ര സംവിധായകനും അഭിനേതാവുമായ രമേശ് പിഷാരടി പങ്കെടുത്തു. സ്കൂൾ സ്ഥാപകൻ സനൽ, സ്കൂൾ ചെയർപേഴ്സൺ MP ജോസഫ്, ഡയറക്ടർ ഡോക്ടർ കവിത ബാജ്പേയി, പ്രിൻസിപ്പൽ സാനു ജോസഫ്, ദേശീയ അവാർഡ് ജേതാവായ V വെങ്കിടാചലം, വെങ്കട്ട് ഗ്രൂപ്പ് ചെയർമാൻ അജിത് കുമാർ, IISc ബാംഗ്ലൂരു പ്രൊഫസറും ഹെഡുമായ സതീഷ് വാസു കൈലാസ്, ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് AY ഖാലിദ്, മാടക്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, വൈസ് പ്രസിഡന്റ് സുകന്യ ബൈജു, വാർഡ് മെമ്പർ ജിതിൻ മോഹൻ എന്നിവർ പങ്കെടുത്തു. പ്രചോദനാത്മകമായ ജീവിതങ്ങൾക്ക് സമർപ്പണമായി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികൾ പരിപാടിയുടെ പ്രധാന ആകർഷണമായിരുന്നു. കഴിഞ്ഞ അക്കാദമിക് വർഷത്തിൽ വിവിധ തലങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. മാതാപിതാക്കളും അധ്യാപകരോടും ഇതിൻ്റെ സംഘാടകരോടും കുട്ടികളോടും ഞാൻ ഒരുപാധികം മാപ്പ് ചോദിക്കുന്നു. ഒരു മണിക്ക് ഇറങ്ങിയില്ല, പക്ഷേ അതിൻ്റെ അപ്പുറത്തുള്ള കാൽക്കുലേഷൻ ശക്തി ഇവിടെ എത്താനുള്ള സമയം നൽകി. ഉറപ്പായി സമയം ഏറ്റവും വിലപ്പെട്ട നമ്മുടെ കയ്യിലാകെ ഉള്ളത് ജീവനും സമയവുമാണ്. അതിൻ്റെ മൂല്യവും വിലയും ഞാൻ കൃത്യമായി മനസ്സിലാക്കുന്നു. വലിയ സന്തോഷം. സന്നിധാനങ്ങളെ വിളിച്ച് സ്കൂളിനെ പറ്റി നേരത്തെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അദ്ദേഹം പല രാജ്യത്തിൽ പല സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസം എന്ന ഈ മേഖലയിൽ നിരന്തരം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ ഒരുപാട് പറയുകയും ഇപ്പോഴിരുന്ന സംസ്ഥാനത്തിലെ ഈ വിദ്യാലയത്തെക്കുറിച്ചും ഇതിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുമൊക്കെ ഞാൻ ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. 6700 8 കൊല്ലം മുമ്പ് ഒരാശയം
ആശയം മനസ്സിൽ വരികയും തുടങ്ങുകയും ചെയ്തത് 200-അധികം കുട്ടികളുമായിട്ട് ഈ ഒരു വിദ്യാലയം മുന്നിലേക്ക് പോകുമെന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ്. ഞാൻ അത്ഭുതം എന്ന വാക്ക് ഉപയോഗിക്കാൻ കാരണം പൊതുവെ നമ്മൾ മാറ്റത്തെക്കുറിച്ചും പരിണാമത്തെക്കുറിച്ചും ലോകത്തിന്റെ വേഗതയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമെങ്കിലും ആരാണ് ആദ്യം മാറേണ്ടത് എന്ന ചോദ്യത്തിൽ എപ്പോഴും പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒരു പുതിയ കാറ് ഇറങ്ങി അല്ലെങ്കിൽ ഇലക്ട്രിക് കാർ ഇറങ്ങി അപ്പം അത് മേടിക്കണം എന്നാലോചിച്ച പറയും എനിക്ക് പലതരം മടി കാണിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ചില മാതാപിതാക്കൾക്ക് ഉണ്ടായ ദീർഘവീക്ഷണത്തിൻ്റെയും അവരുടെ ധൈര്യത്തിൻ്റെയും ഒക്കെ പിൻബലത്തിലാണ് ഇവർ ഇത്രയും നല്ല രീതിയിൽ ഈ സ്കൂളിന് മുന്നിലേക്ക് പോകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഈ ഓറൻസ് ചാറ്റ് സ്വീകരിക്കുന്നത് എന്നൊരു രീതി അത് വളരെ സിമ്പിളാണ്. വന്നതല്ലേ എല്ലാവരും മനസ്സിലാവും നമുക്ക് അപകടമാണ് നമ്മളെ ആളുകൾ തിരിച്ചറിയുന്നു എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ സെൻസിബിലിറ്റീസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ പ്രശ്നമാണ്. നമ്മൾ തിരിച്ചറിയുന്നതുകൊണ്ട് കുറെ ബെനിഫിറ്റ് ഉണ്ട്, കുറെ ദോഷങ്ങളുണ്ട്. അതൊരു ദോഷത്തിൽപ്പെട്ടതാണ് ഈ ഓറഞ്ച് ക്യാമ്പ്. ഞാൻ 2ാമത് ഐസ്ക്രീം എടുക്കാൻ പോയി ഞാൻ പ്രാവശ്യം വന്നതുകൊണ്ട് നിങ്ങൾ അറിയാൻ കഴിയും. അപ്പോൾ പൊതുവെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളിലോട്ട് ഒട്ടു നിൽക്കാനും വലിയൊരു ഗ്രൂപ്പിനോടൊപ്പമായിരിക്കാനുമാണ് പരിണാമപരമായി നമ്മുടെ ബ്രെയിൻ നമ്മളെ പഠിപ്പിക്കുന്നത്. വെസ്റ്റേൺ എഴുതാൻ ആരും സമ്മതിക്കില്ല. ആ സാഹചര്യത്തിൽ ഇതുപോലെയുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുന്നു, ഒരു പുതിയ സിലബസ് ഇവിടെ അവതരിപ്പിക്കുന്നു. ഇവരല്ല രാജ്യാന്തരമായി അംഗീകരിക്കപ്പെടുന്ന ഒരു സിലബസ് അംഗീകരിക്കപ്പെടുന്നു. ഇതിലെല്ലാം കുറേയധികം കുട്ടികൾ എത്തുകയും മാറുകയും ചെയ്യുന്നു. പക്ഷേ കാലം മുന്നിലേക്ക് പോകുമ്പോൾ ഇനിയും കൂടുതൽ ആളുകൾ ഇതിനെക്കുറിച്ച് അറിയുകയും കൂടുതൽ ആളുകൾ വരികയും ഇത് വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് കാരണമാകുകയും ഇതിൻ്റെ ഈ പ്രദർശനം നടത്തിയ ആൾ പറഞ്ഞു പണ്ടുള്ള ആളുകൾ ഇങ്ങനെയാണ് തീ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു. അപ്പം 10ാം ക്ലാസ്സിലായ എന്നെ മോളോട് ചോദിച്ചു അച്ഛൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെയായിരുന്നോ? ഇവരുടെയൊക്കെ വിചാരം ഞാനൊരു നൂറ്റാണ്ട് മുമ്പുള്ള ആളാണ്. ഞാനൊരു അടിപ്പോലൊക്കെ കടഞ്ഞ് മലവെളികൾക്ക് നടന്ന ഏതോ തലമുറയിൽ നിന്നാണ് ഞാനൊക്കെ വന്നിട്ടാണ് പിള്ളേരെ ധരിക്കുന്നത്. അത്രയും വ്യത്യാസം അവർ ഉപയോഗിക്കുന്ന ട്രെൻഡ്സിൽ അവരുടെ ചുറ്റുപാടുകളിലും സൗഹൃദങ്ങളിലും എല്ലാം ഉണ്ട്. ലോകം മുഴുവനുള്ള വിദ്യാഭ്യാസത്തിൽ രക്ഷകരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് പണ്ട് കൃഷി പഠിച്ചാൽ 20 വർഷം അവന് ജീവിക്കാമായിരുന്നു. എന്തെങ്കിലും ഒരു സ്കില്ല് വർക്ക് പഠിച്ചാൽ അവന് കുറേ നാൾ ജീവിക്കാമായിരുന്നു. അതൊക്കെ പഠിച്ചാൽ മതിയായിരുന്നു. പിന്നീട് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം വന്നു പഠിച്ചാലാണ് 20 കൊല്ലങ്ങൾക്കപ്പുറം അതിന് പ്രസക്തി ഉണ്ടാകുക എന്ന് ഒരാൾക്കും നിശ്ചയമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ലോകം എത്തി നിൽക്കുകയാണ്. അവിടെ നമ്മൾ പഠിക്കുന്നത് ശരിക്കും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനോ കുറെ പഴയ കല്ലുകളോ പഴയ യുദ്ധങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനോ വേണ്ടിയൊന്നുമല്ല. ലോകത്തോടുള്ള മത്സരത്തിൽ നമ്മുടെ അറിവുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടടുത്ത ബെഞ്ചിൽ നിന്ന ആളോടോ തൊട്ടടുത്ത ഡിവിഷനിലുള്ള കുട്ടികളോടോ തൊട്ടടുത്ത സ്കൂളിനോടോ ഒപ്പം മത്സരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഇന്ന് നമ്മൾ കുഞ്ഞുങ്ങൾ മത്സരിക്കുന്നത് ലോകം മുഴുവനുള്ള കുഞ്ഞുങ്ങളുമായിട്ടാണ് എന്നാണ്. കനത്ത മഴയിലും കാറ്റിലും വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. ശനിയാഴ്ച രാത്രി 11-നുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. ചെമ്പൂത്ര പട്ടത്തിപ്പാറ തോട്ടുങ്കൽ ഹരിദാസിന്റെ വീടാണ് തകർന്നു വീണത്. വീടിന്റെ മേൽക്കൂര ഒടിയുകയും പട്ടികയും ഓടും ഉൾപ്പെടെ വീടിനുള്ളിലേക്ക് വീഴുകയുമായിരുന്നു. ശക്തമായ മഴയെ തുടർന്ന് വീട്ടുകാർ തൊട്ടടുത്തുള്ള സഹോദരന്റെ വീട്ടിലായതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഭാര്യ ബിന്ദു, മക്കളായ അതുൽ, അതുല്യ, ഹരിദാസിന്റെ ജ്യേഷ്ഠൻ മുരളി, ഭാര്യ അംബിക എന്നിവരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. അപകടത്തിൽ 3 മുറികളുടെയും അടുക്കളയുടെയും മുകൾ ഭാഗം പൂർണ്ണമായും തകർന്നു. ഗൃഹോപകരണങ്ങൾക്ക് കാര്യമായ കേടുപാടും സംഭവിച്ചു. പഞ്ചായത്ത് അംഗം സന്ധ്യ മനോജിന്റെ നേതൃത്വത്തിൽ അപകട സ്ഥലം സന്ദർശിച്ചു. പ്രകൃതി ദുരന്തത്തിൽ ഉൾപ്പെടുത്തി വീട്ടുകാർക്ക് ആവശ്യമായ നഷ്ടപരിഹാര തുക ലഭ്യമാക്കാൻ വേണ്ട നടപടികൾ തിങ്കളാഴ്ച തന്നെ നടത്തുമെന്ന് പഞ്ചായത്ത് അംഗം പറഞ്ഞു.
നമ്മുടെ പാണഞ്ചേരി 1-ാം വാർഡിലെ താളിക്കോട് പ്രദേശത്ത് തോട്ടുങ്ങൽ ഹരിദാസിൻ്റെ വീടാണിത്. വീടിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായ അവസ്ഥയാണ്. അവർ ഇവിടെ ഹരിദാസിൻ്റെ ചേട്ടൻ മുരളിയുടെ വൈഫ് അംബികേച്ചിയാണ് ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നത്. ആ വീഴുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാണ്ടാണല്ലോ, ഇന്നലത്തെ ഒരു മഴ എന്ന് പറയുന്നത് നമ്മൾ തീരെ പ്രതീക്ഷിക്കാണ്ട് വന്നതാണ്. ആ കാറ്റ് ഇത് വന്നപ്പോൾ അംബികേച്ചി പെട്ടെന്ന് ആ കാറ്റിൻ്റെ ആ ഒരു ഇതിൽ പെട്ടെന്ന് ഇറങ്ങി മുറ്റത്തേക്ക് നിന്നു. മുരളിയേട്ടൻ ഇറങ്ങി വരുമ്പോഴേക്കും വീട് വീണു. മുരളിയേട്ടനും പെട്ടെന്ന് തന്നെ ഇറങ്ങി. അത് കാരണം കൊണ്ട് ഇവർക്ക് കാര്യമായ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. വീടിൻ്റെ അവസ്ഥ വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണ്. ഇനിയിപ്പോൾ അവർക്ക് അതിൽ താമസിക്കാനൊന്നും പറ്റില്ല. പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ചുമരൊക്കെ മണ്ണിഷ്ടിയായതുകൊണ്ട് അതിൻ്റെതായ തകർച്ചയിലാണത്. നമ്മൾ വില്ലേജ് ഓഫീസറെ അറിയിച്ചിട്ടുണ്ട്. ഇനി കളക്ടർക്കും പരാതി കൊടുത്ത് നമ്മൾ വേണ്ട ഇവർക്ക് കിട്ടാവുന്ന എന്താണെന്ന് വെച്ചാൽ ധനസഹായം മേടിച്ചു കൊടുക്കാനായിട്ടാണ്. മുരളിയേട്ടനൊക്കെ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ അവർ താമസിക്കുന്നതാണ് ഇവിടെ. അപ്പോൾ അവർക്ക് കിട്ടാവുന്ന ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷയും കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. DMO ഓഫീസിൽ റീത്ത് വെച്ച് യൂത്ത് കോൺഗ്രസ്. ആരോഗ്യവകുപ്പിന്റെ പിഴവ് മൂലമുണ്ടായ അപകടങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DMO ഓഫീസിലേക്ക് നടന്ന മാർച്ച് DMO ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് DMO ഓഫീസ് ഗേറ്റിൽ റീത്ത് വയ്ക്കാൻ ശ്രമിച്ച പ്രവർത്തകരുമായി പോലീസ് ഉന്തും തള്ളും ഉണ്ടാവുകയും തുടർന്ന് DMO ഓഫീസ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ വിഷ്ണു ചന്ദ്രൻ, സൂരജ് KP, യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റുമാരായ സുമേഷ് K, ഫൈസൽ ഇബ്രാഹിം, KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ജെറിൻ സേവ്യർ, ലിയാസ് ബാബു, ടിൽജോ അക്കര, എഡ്വിൻ ആന്റോ, ഹരൺ ബേബി എന്നിവർ നേതൃത്വം നൽകി. പള്ളോട്ടി സ്കൂളിൽ കനൈൻ ഫോറൻസിക് പ്രദർശനം സംഘടിപ്പിച്ചു. മണ്ണുത്തി വെറ്ററിനറി കോളേജിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് 1, 2 എന്നിവയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 7 ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പിന്റെ ഭാഗമായി കാളത്തോട് സെന്റ് വിൻസെന്റ് പള്ളോട്ടി സെൻട്രൽ സ്കൂളിൽ കനൈൻ ഫോറൻസിക് പ്രദർശനം സംഘടിപ്പിച്ചു. ഫെബ്രുവരി 20, 21 തീയതികളിൽ സ്കൂളിലെ കളിവീട് പരിസരത്ത് വെച്ച് കേരള പോലീസ് അക്കാദമിയിലെ ഡോഗ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ചാണ് പരിപാടി ഒരുക്കിയത്. പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ P. രമേശ് സെഷന് നേതൃത്വം നൽകി. നായ്ക്കൾക്കുള്ള അടിസ്ഥാന അനുസരണ പരിശീലനവും ഫോറൻസിക് അന്വേഷണങ്ങളിൽ ഉപയോഗിക്കുന്ന നൂതന പരിശീലന രീതികളും അദ്ദേഹം നേരിട്ട് വിശദീകരിച്ചു നൽകി. കനൈൻ ഫോറൻസിക് യൂണിറ്റിൽ നിന്നുള്ള 28 ട്രെയിനികളും പരിശീലനം ലഭിച്ച 11 നായ്ക്കളും പ്രദർശനത്തിൽ പങ്കെടുത്തു. മണ്ണുത്തി വെറ്ററിനറി കോളേജിലെ 60ഓളം NSS വോളണ്ടിയർമാർ പരിപാടിയുടെ ഏകോപനം നിർവഹിച്ചു. സ്കൂളിലെ 300ഓളം വിദ്യാർത്ഥികൾ ഈ സെഷനിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. കുറ്റാന്വേഷണത്തിലും നിയമപാലനത്തിലും പരിശീലനം ലഭിച്ച നായ്ക്കൾ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് പങ്കെടുത്തവർക്ക് വ്യക്തമായ അവബോധം നൽകാൻ ഈ പ്രദർശനത്തിലൂടെ സാധിച്ചു. ഫോറൻസിക് സയൻസിലും പൊതുസുരക്ഷയിലും ഡോഗ് സ്ക്വാഡുകളുടെ പ്രാധാന്യം വിളിച്ചോതുന്ന ഈ പരിപാടി വിദ്യാർത്ഥികളും വളണ്ടിയർമാരും ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. ഒരിടവേള കൂടി. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തകളിലേക്ക്. പീച്ചി തുണ്ടത്ത് ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ പുണർദ മഹോത്സവത്തിന് കൊടിയേറ്റി. ഫെബ്രുവരി 28-നാണ് പൂരം. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:15 കോഴിപ്പാടൻ രാജന്റെ വീട്ടിൽ നിന്നും കൊടിമര ഘോഷയാത്ര ആരംഭിച്ച് അമ്പലത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് 2:30-നും 3:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ ക്ഷേത്രമാചാര്യൻ ബ്രഹ്മശ്രീ വിശ്വേശ്വരാനന്ദ സരസ്വതി സ്വാമികളുടെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റി. ശനിയാഴ്ച ആരംഭിക്കുന്ന ചടങ്ങുകൾ 9 ദിവസത്തിന് ശേഷം മാർച്ച് 1 ഞായറാഴ്ച അവസാനിക്കുന്നു. ഞായറാഴ്ച വൈകുന്നേരം 7:30-ന് ജ്യോതി രവിയും സംഘവും അവതരിപ്പിക്കുന്ന വീണാഗാനം മഞ്ചരി ഉണ്ടായിരിക്കും. തിങ്കളാഴ്ച രാത്രി 7:30-ന് തുണ്ടത്ത് കലാക്ഷേത്രം അവതരിപ്പിക്കുന്ന നൃത്ത പരിപാടികൾ അരങ്ങേറും. 4-ാം ദിവസമായ ചൊവ്വാഴ്ച 7:30-ന് വേലൂപ്പാടം തത്വമസി, എടപ്പാലം ശ്രീകൃഷ്ണ, പീച്ചി നാട്യ തുടങ്ങിയവർ അവതരിപ്പിക്കുന്ന വീരനാട്യം, ആൽപ്പാറ ലയം ടീം അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി എന്നിവ നടക്കും. ബുധനാഴ്ച 7:30-ന് സായി കലാക്ഷേത്രയുടെ നൃത്ത പരിപാടികൾ ഉണ്ടാകും. 6-ാം ദിവസം മകേര്യം നാളിൽ രാവിലെ 9-ന് പൊങ്കാല സമർപ്പണം നടക്കും. അന്ന് രാത്രി കണ്ണാറ സന്തോഷ് കുമാർ അവതരിപ്പിക്കുന്ന ഡിവോഷണൽ മ്യൂസിക്കൽ പ്രോഗ്രാം ഉണ്ടാകും. 8-ാം ദിവസം വൈകുന്നേരം 7 മണിക്ക് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ആഘോഷങ്ങളുടെ കൂട്ടിയെഴുന്നള്ളിപ്പുണ്ടാകും. 9-ാം ദിവസം വൈകുന്നേരം 5:30-ന് തുണ്ടത്തമ്മയും അമ്മയും ഉപചാരം ചൊല്ലിപ്പിരിയുന്നതോടെ ചടങ്ങുകൾക്ക് സമാപനമാകും. ക്ഷേത്രം മേൽശാന്തി ഷൈൻ കൃഷ്ണ, ക്ഷേത്രം കീഴ്ശാന്തി മിഥുൻ, പ്രസിഡന്റ് ശകുന്തള ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി ചന്ദ്രബോസ്, രക്ഷാധികാരി വേണുഗോപാലൻ തടത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകും. മുല്ലക്കര മുളയം റോഡിൽ കിളിയൽക്കുടി വർഗീസ് മകൻ വിൽസൺ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. ഭാര്യ സിസിലി, മക്കൾ പ്രിൻസ്, വിൻസ്, മരുമകൾ ബിൻസി, പേരക്കുട്ടികൾ അലൻ, അന്ന മരിയ, ഏദൻ. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ഇൻഫന്റ് ജീസസ് ചർച്ച് മുല്ലക്കരയിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒല്ലൂർ മണ്ഡലം LDF വികസന സന്ദേശ ജാഥ സമാപിച്ചു. വോട്ടിന് വേണ്ടി കോൺഗ്രസ് നുണക്കൊട്ടാരമുണ്ടാക്കുന്നുവെന്ന് പന്ന്യൻ രവീന്ദ്രൻ. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് മഹോത്സവത്തെ വരവേൽക്കാൻ തട്ടകദേശങ്ങൾ അണിഞ്ഞൊരുങ്ങി. പുത്തൂർ പഞ്ചായത്തിലെ പുനർനിർമ്മാണം നടത്തിയ ചോച്ചേരിക്കുന്ന് ക്ഷേത്രം റോഡ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നാടിന് സമർപ്പിച്ചു. ഫോക്ലോർ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച കളമെഴുത്ത് കലാകാരൻ KR കൊച്ചുനാരായണനെ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ആദരിച്ചു. ഇതോടുകൂടി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.